ബൈബിളിലൊരു വാക്യം തന്നെ എപ്പോഴും കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ പറയുന്നൊരു വാക്യമാണ്. ഇന്ന് മൊത്തത്തിൽ എന്ന് പറഞ്ഞേക്കാം. 127 സങ്കീർത്തനം 3 വാക്യം ഇങ്ങനെയാണ്. എന്താണ്? മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. ലോ, children are a heritage of the Lord and the fruit of the womb is reward. POC ബൈബിളിൽ ഇങ്ങനെയാണ്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവ് തരുന്ന ദാനം, കർത്താവ് തരുന്ന സമ്മാനം. പേരൻസ്, ഐ വോണ്ട് ടു ടെൽ യു ഓൾ ഓഫ് യു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന മക്കൾ എന്ന് പറയുന്നത് ദൈവം തന്ന സമ്മാനമാണ്, ദൈവം തന്ന ദാനമാണ്. പക്ഷേ അവരെ എങ്ങനെ വളർത്തണമെന്നുള്ളതിനെ പറ്റി ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പ്രസിദ്ധമായ വാക്യമാണ്. ആരെങ്കിലും ഒരു ടീച്ചർ ഇവിടെ നിന്നിരിക്കണേ. ഓക്കെ, പ്രോവേർബ്സ് 22:6 സെർച്ച് വാക്കി 22 അധ്യായം 6 വാക്യം. ബാല ഉൾപ്പെടെ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അവളെ അഭ്യസിപ്പിക്കണം. ട്രെയിൻ എന്നുള്ള വാക്കാണ്, ട്രെയിൻ അല്ലേ? ട്രെയിൻ യുവർ ചിൽഡ്രൻ. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. POC ബൈബിളിൽ ഇങ്ങനെയാണ്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ടെന്ന വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. നടക്കേണ്ടുന്ന വഴി ശൈശവത്തിൽ, വെൻ ദേ ആർ യങ്, ട്രെയിൻ ദം. കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മൾ അവരെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും അവർ വളർന്നു വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആദ്യം കുറച്ച് ജനറൽ പോയിൻറ്റ്സ് ഞാനത് പേരൻസിനോട് ഓടിച്ച് പറയാം. യു നീഡ് ടു ബിൽഡ് കോൺഫിഡൻസ് ഇൻ ദം. ഇത് അല്പം ഒരു ഒരു പേരൻറ്റിങ് ക്ലാസ് ആണെങ്കിലും ആ കുഞ്ഞുങ്ങൾക്കൊരു കോൺഫിഡൻസ് നിങ്ങൾ കൊടുക്കണം. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുമ്പം പല വീടുകളിലും ചെന്ന് പലതും കാണുമ്പം അത്ര നല്ല കാഴ്ചകളല്ല ഞാൻ കാണുന്നത്. ടു ബി വെരി ഓണസ്റ്റ്, അത്ര നല്ല കാഴ്ചകളല്ല ഞാൻ കാണുന്നത്. കാര്യം അവരിലൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ ചില കുഞ്ഞുങ്ങൾ വളരുന്നത്. അവർക്ക് കോൺഫിഡൻസ്, ഒരു കൊച്ചു മൊബൈൽ ഫോൺ കൈ കൊടുത്ത് ദേ ആർ വെരി കോൺഫിഡൻറ്റ്. ഓക്കെ, ബാക്കി എല്ലാ കാര്യത്തിലും ദേ ആർ വെരി കോൺഫിഡൻറ്റ്. സോഷ്യൽ മീഡിയയിൽ ദേ ആർ വെരി കോൺഫിഡൻറ്റ്. പക്ഷേ സോഷ്യൽ മീഡിയയിലും ഗാഡ്ജറ്റ്സിലും അല്ല കോൺഫിഡൻസ് ഉണ്ടാവേണ്ടത്. അവർക്ക് ജീവിതത്തിൽ കോൺഫിഡൻസ് ഉണ്ടാവണം. ആ കോൺഫിഡൻസ് അവർക്ക് കൊടുക്കേണ്ടത് വീട്ടിലാണെന്നുള്ള കാര്യം ഓർക്കണം. അവരുടെ എഡ്യൂക്കേഷനിൽ കൂടെ അല്ല ആ കോൺഫിഡൻസ് കിട്ടുന്നത്, അവരുടെ ഹയർ സ്റ്റഡീസിൽ നിന്നല്ല, അവർക്ക് വീട്ടിൽ ലഭിക്കണം ആ കോൺഫിഡൻസ്. അവർ ദയവായി നിങ്ങളെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്ത്, ഇതിപ്പോൾ കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ഡോണ്ട് കീപ്പ് ഓൺ ക്രിട്ടിസൈസിങ് ദം ആൻഡ് നെവർ കമ്പയർ. അവരെ മറ്റു കുഞ്ഞുങ്ങളെ വെച്ച് കമ്പയർ ചെയ്യരുത്. അതേസമയത്ത് പേരൻസ് കീപ്പ് എ വാച്ച്. നിങ്ങൾ ഇൻ എ വെരി നൈസ് വേ വാച്ച് ദം. അവരെ ഒരു കണ്ണ് അവരുടെ മേൽ വേണം, അവരുടെ മേൽ കണ്ണുണ്ടായിരിക്കണം. അതേസമയത്ത് ട്രൈ ടു വിൻ ദെയർ ട്രസ്റ്റ്. നിങ്ങൾ അവരുടെ വിശ്വാസം നേടിയാൽ ദേ വിൽ ഷെയർ എവറിത്തിങ്. പക്ഷേ ഇന്ന് ഒത്തിരി കുട്ടികളുടെ, ഞാനൊരു സത്യം പറയട്ടെ, പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് പറയാത്ത പല കാര്യങ്ങളും ടീച്ചേഴ്സിനോടോ ചിലപ്പം പാസ്റ്റേഴ്സിനോടോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോടോ പറഞ്ഞ് കേൾക്കുമ്പം നിങ്ങൾ ഞെട്ടിപ്പോവും. നിങ്ങൾ കേൾക്കുമ്പോൾ ഇതെന്താ എന്നോട് പറയാത്ത? നിങ്ങളോട് പറയാത്ത നിങ്ങൾ ആ വിശ്വാസം നേടിയില്ല കുഞ്ഞിൻ്റെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിശ്വാസം ആദ്യം നേടേണ്ടത് നിങ്ങളാണ്. സ്കൂളിൽ പോയിട്ട് വല്ലവരുമല്ല, ടീച്ചേഴ്സും അല്ല, അവൻ്റെ ഫ്രണ്ട്സും അല്ല, ചർച്ചിലുള്ള ആരുമല്ല, വേറെ ആരുമല്ല. നിങ്ങൾ നേടണം ആ കുഞ്ഞുങ്ങളുടെ വിശ്വാസം. അപ്പോൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, ഓൾസോ ഷോ അപ്രീസിയേഷൻ, അല്ലേ? അവരെ അഭിനന്ദിക്കുക. ആൻഡ് ഡോണ്ട് ഹ്യൂമിലിയേറ്റ്, നെവർ എവർ ഹ്യൂമിലിയേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. ഇതൊന്ന് ശ്രദ്ധിക്കുന്നുള്ള പേരൻസ്. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്. മദേഴ്സ്, ഇവിടെ ഇരിക്കുന്ന മദേഴ്സിനോടൊരു വാക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ടീനേജേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ടീനേജേഴ്സൊക്കെ കൂടെ കണ്ടപ്പോൾ വലിയ സന്തോഷം. പക്ഷേ ആ കുട്ടികളെ കൗണ്ട് ദം ആസ് അല്ലെങ്കിൽ ട്രീറ്റ് ദം ആസ് സംബഡി ഹൂം യു ക്യാൻ കൗണ്ട് ഓൺ, അല്ലേ? നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം. നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പറാണ്, നിങ്ങൾക്ക് നല്ലൊരു എയ്ഡിനെ ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ തീരെ അങ്ങ് കുട്ടികളായിട്ട് ഇപ്പോഴും റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിച്ച് വലത്തോട്ട് നോക്കി വണ്ടി വരുന്നു, നോക്കി ഇടത്തോട്ട് നോക്കി വണ്ടി വരും, എന്നിട്ട് നിങ്ങൾ ആരോടായി പറയുന്നത്? ഇപ്പോഴും നിങ്ങൾ അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് റോഡൊക്കെ ക്രോസ് ചെയ്യാൻ അറിയാം, നിങ്ങളെക്കാൾ നന്നായിട്ട് അവർ ക്രോസ് ചെയ്യും. അതുകൊണ്ട് അവരെ ഒന്ന് കൗണ്ട് ദം. അവർ തീരെ ഇൻഫൻസ് ഒന്നും അല്ല അവർ, അല്ലേ? അതേപോലെ
അവരെ ഈ ഫാദേഴ്സ്, ഓക്കെ, ഫാദേഴ്സിനോടൊരു വാക്ക്, ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരോട്, ആർ യു ടോക്കിംഗ് ടു യുവർ ചിൽഡ്രൻ? ഞാൻ സത്യം പറയാം, ഇന്ന് ഒത്തിരി ഫാദേഴ്സ് നിങ്ങളുടെ വർക്ക് സ്കെഡ്യൂളും പിന്നെ നിങ്ങളുടെ ഒരു ശൈലിയും ഒക്കെ പലപ്പോഴും കുഞ്ഞുങ്ങളോട് ഒത്തിരി സംസാരിക്കുന്നില്ലായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും അവരുടെ റോൾ മോഡൽ ആരാ, അവരുടെ ഹീറോ ആരാന്നറിയാം? സോറി, അമ്മയല്ല, ക്ഷമിക്കണം, അല്ലെ അവരോട് ചോദിച്ചു നോക്ക്. അവർക്ക് ഹീറോ അപ്പനാ. ഈ അപ്പൻ ചിലപ്പം അമ്മയ്ക്ക് അപ്പനെ ഇഷ്ടമല്ലായിരിക്കും, അല്ലെങ്കിൽ പക്ഷേ പിള്ളേർക്ക് ഹീറോ അവരുടെ അപ്പൻ തന്നെയാണ്. അതങ്ങനെയാണ് അല്ലേ? അതെപ്പോഴും ഓർക്കണം. അതുകൊണ്ട് അപ്പന്മാരെ, നിങ്ങൾ അവരോട് കൂടുതൽ സംസാരിക്കുകയും അവരോടൊപ്പം സമയം ചിലവാക്കി എപ്പോഴും അവരെ അഡ്വൈസ് ചെയ്യല്ല. ശരിക്കും പറഞ്ഞാൽ അവർ തെറ്റുകൾ വരുത്തും അല്ലേ, പക്ഷേ അവരെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാം. പക്ഷേ അതിനൊക്കെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചു വേണം നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്താൻ. പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ എളുപ്പമല്ല. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ രീതിയും ഇന്നത്തെ ചുറ്റുപാടുകളൊക്കെ ഒത്തിരി വ്യത്യാസം. നിങ്ങൾ വളർന്നു വന്ന കാലം പോലെയല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ജ്ഞാനത്തോടുകൂടെ വേണം അവരെ നമ്മൾ വളർത്താൻ. പിന്നെ ഒരു കാര്യം, ചിൽഡ്രൻ ലൈക്ക് വെൻ പേരൻസ് ആർ സ്ട്രെയിറ്റ് ഫോർവേഡ്. അതറിയാമോ? ഇഫ് യു പേരൻസ് യു ആർ സ്ട്രെയിറ്റ് ഫോർവേഡ്, ചിൽഡ്രൻ ലൈക്ക് യു. അവർ നിങ്ങളെ ബഹുമാനിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വീട്ടിൽ കള്ളം പറയുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഫോൺ എടുത്ത് ആരും ഞാനില്ല എന്ന് പറഞ്ഞേര്, പുള്ളി ഇല്ല കേട്ടോ ഇവിടെ എന്ന് നിങ്ങളുടെ അമ്മ ഫോൺ എടുത്ത് അപ്പനില്ല എന്ന് കള്ളം പറയുന്ന കുഞ്ഞുങ്ങൾ കേട്ടാൽ കുഞ്ഞുങ്ങൾ അതെന്തോ ഇഷ്ടപ്പെട്ട് സന്തോഷിക്കുമെന്നാണ് അവരിക്കുന്നത്. അല്ല, അവരുടെ മുമ്പിൽ നിങ്ങളുടെ വില ഇടിയുക. നാളെ നിങ്ങൾ അവരെ സത്യം പഠിപ്പിക്കാൻ നിൽക്കരുത്. കാരണം അവർ വീട്ടിൽ കാണുന്നത് കള്ളം പറയുന്ന അപ്പനും അമ്മയാണ് അല്ലേ? ഇത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെങ്കിൽ, ഒരു തെറ്റ് പറ്റിയാൽ നിങ്ങൾ സമ്മതിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ ബഹുമാനിക്കും. അവരുടെ ഉള്ളിൽ നിങ്ങളെപ്പറ്റി ഒരു മതിപ്പ് അവരുടെ ഉള്ളിലുണ്ടാവും. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ, ഒരു പ്രാക്ടിക്കൽ കാര്യം, ടീച്ച് ദം ടു ഡു ഹൗസ് ഹോൾഡ് വർക്ക്. കുഞ്ഞുങ്ങളെ പേരൻസിനോട് ചോദിക്കണം, കുഞ്ഞുങ്ങളോട് ചോദിക്കണം, വീട്ടിൽ മമ്മിയെ സഹായിക്കുന്ന എത്ര മക്കളുണ്ട് അടുക്കളയിൽ? മമ്മി, ബാക്കിയെല്ലാവരും നിങ്ങൾ എന്തോ ചെയ്യുന്നത്? നിങ്ങൾ ഞങ്ങളെ ഒന്നും ചെയ്യിപ്പിക്കാറില്ല. ചപ്പാത്തി വരുത്തി കൊടുക്കുമോ? തേങ്ങ തിരുവി കൊടുക്കുമോ? ഇല്ല. ഗ്യാസ് സിലിണ്ടർ മാറ്റി വയ്ക്കാൻ അറിയാവുന്ന എത്ര ടീനേജേഴ്സ് ഉണ്ട്? 1 2. ബാക്കിയുള്ളവരാരാ? ബൾബ് മാറ്റിയിടാൻ അറിയാവുന്ന ടീനേജേഴ്സ് എത്ര ഉണ്ട്? എല്ലാത്തിനും അഭിനവ് മാത്രമേ ഉള്ളൂ. ശരിയാ അല്ലേ? ഇനി ഞാൻ കുറച്ചുകൂടെ കടത്തി ചോദിക്കാം, കാറിൻ്റെ ടയർ മാറ്റാൻ അറിയാം? ഓക്കെ ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ. ഇനി ഞാനൊരു സത്യം പറയാം, എനിക്കിന്ന് വരെ അറിഞ്ഞൂടാ കാറിൻ്റെ. ഞാൻ നിങ്ങളുടെ മുമ്പേ സമ്മതിച്ചിരിക്കുന്നു, എനിക്ക് കാറിൻ്റെ ടയർ മാറ്റിയിടാൻ അറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് കാറിൻ്റെ വരെ ടയർ മാറ്റിയിടാന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം. ഇന്നത്തെ കുഞ്ഞുങ്ങൾ അവർ സ്മാർട്ടാണ്, അവർക്കിതെല്ലാം ചെയ്യാൻ കഴിയും. അപ്പം നിങ്ങളവരെ കൊച്ചാന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. കറണ്ട് പോയാൽ ട്രിപ്പായാൽ അത് തിരിച്ചിടാൻ അറിയാം. പണ്ടൊക്കെ ഫ്യൂസ് കെട്ടുക എന്നൊരു, ഇപ്പം അതില്ല അല്ലേ? ഇതൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കാറുണ്ടോ? അപ്പം ഇവിടെയാണ് ഒരു ചെറിയൊരു വേർഡ് ഓഫ് കോഷൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും മാറ്റം അവരുടെ ബിഹേവിയറിലോ അവരുടെ രീതിയിലോ അവരുടെ മട്ടിലോ ഭാവത്തിലോ ഒക്കെ കാണുകയാണെങ്കിൽ, അവരുടെ ബയോളജിക്കൽ ഗ്രോത്തിൽ ചില ചേഞ്ചസ് വരും, മെറ്റബോളിക് ചേഞ്ചസ് ഒക്കെ വരും. ചില പെൺകുട്ടികളാണെങ്കിൽ ഭയങ്കര ഒരുക്കവും ബഹളവും, അത് എപ്പോഴും കണ്ണാടുമ്പോൾ ഇരിക്കും, ലിപ്സ്റ്റിക് ഇടുകയും ബഹളവും. അത് പോട്ടെ. ചെറുക്കന്മാർക്ക് കൂടെ ഇങ്ങനെ മീശ വരപ്പും ബഹളവും ഒക്കെ തുടങ്ങുമ്പം അതതിൻ്റെ ഒരു മെറ്റബോളിസം ചേഞ്ചസ് ആണ്. പക്ഷേ നിങ്ങൾ കുറച്ച് ജ്ഞാനത്തോടെ ഇരിക്കണം. അവരുടെ ചേഞ്ചസ് ശരിക്കും ഒന്ന് നോട്ടീസ് ചെയ്യണം. അവരെ വാച്ച് ചെയ്തോണം. ഇനി ഞാനൊരു കാര്യം, പിള്ളേരെല്ലാം ചെവി പൊത്തിക്കേ, എല്ലാവരും ചെവി പൊത്തിക്കേ, കുഞ്ഞുങ്ങളൊക്കെ ചെവി പൊത്തിക്കേ. അവരുടെ ബാഗൊക്കെ ഇടയ്ക്കൊന്ന് പരിശോധിക്കണം. അതവരുടെ ടീച്ചേഴ്സ് ചെയ്യാനിടയാവരുത് കേട്ടോ. നിങ്ങളൊന്ന് പരിശോധിക്കുന്ന കൊള്ളാം. അപ്പോഴത്തെ ഇന്നത്തെ കാലമാണ് അവരുടെ ബാഗൊന്ന് പരിശോധിക്കുന്നത്. ഇല്ല, വല്ല പോലീസുകാർ പരിശോധിക്കും, വല്ല നർക്കോട്ടിക്സുകാർ പരിശോധിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പരിശോധിക്കുന്നതാണ് നല്ലത് അല്ലേ? നിങ്ങളെന്തെങ്കിലും കണ്ടുപിടിച്ചെടുത്താലും നമുക്ക് വീട്ടിൽ വെച്ച് ഒതുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കൈവിട്ടു പോകും. ഞാൻ തുറന്നിത് പറയുന്നതിൽ ക്ഷമിക്കണം, കാരണം അങ്ങനത്തെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ആ കൂട്ടത്തെ അങ്ങ് പറഞ്ഞേക്കാം.
ലെറ്റ് ദ ബി നോ ജെൻഡർ ഡിഫറൻസ് അറ്റ് ഹോം. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വിവേചനം നിങ്ങൾ ചെയ്യരുത്. ആദ്യത്തെ 2 പെൺകുഞ്ഞുങ്ങൾക്ക് ശേഷം ഒരു മോനെ കിട്ടി. ആ മോനെ അങ്ങ് ഒരുപാട് സ്നേഹിച്ച് അവളുമാരെ വെറുപ്പിക്കരുത്. തിരിച്ച് 2 ബോയ്സിന് ശേഷം ഒരു വാവയെ കിട്ടി, ഏതാ മോള്. നിങ്ങൾ ആ കുഞ്ഞുവാവയെ ഈ പറഞ്ഞ ഓവർ ലാളിച്ച് മറ്റവന്മാർക്ക് അസൂയ ഉണ്ടാക്കരുത്. അവിടെ ദയവ് ചെയ്ത് നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും ഒരുപോലെ നിങ്ങൾ കാണുക. ഇനി പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് പ്രൈവസി വേണമെന്ന് പറഞ്ഞാൽ അവർ മുറി പൂട്ടിയിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക, ടെറസിൽ പോയിരിക്കുക, രാത്രി ഉറങ്ങാതിരിക്കുക, ഇങ്ങനത്തെ ചില ലക്ഷണങ്ങൾ കാണുന്നെങ്കിൽ ദർ ഈസ് സംതിങ് റോങ് സംവെയർ. ബിവെയർ, വാച്ച്. ഓക്കെ, ഇതിലൊക്കെ ഉപരി ഞാനൊരു കാര്യം പറയാം. നിങ്ങളങ്ങ് CID ആവണ്ട. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ക്രൈം ബ്രാഞ്ചും CBI ഒന്നും ആവണ്ട. ദൈവത്തോട് കൃപ ചോദിക്കുക. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതിനെ കാണിച്ചു തരും. തിരുത്തേണ്ടതിനെ എങ്ങനെ തിരുത്തണമെന്നുള്ള കൃപയും ജ്ഞാനവും ദൈവം നിങ്ങൾക്ക് തരും. ഇനി പ്രത്യേകിച്ച് ടീനേജേഴ്സിൻ്റെ പേരൻസിനോട് ഒരു വാക്ക്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി ടീനേജേഴ്സ് ഉണ്ട്. അപ്പം അവരുടെ പേരൻസും കൂടെയാണല്ലോ നിങ്ങൾ ഒത്തിരി പേർക്ക് ടീനേജർ കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾ സാധാരണ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. അത് എന്താണ് ഈ മിസ്റ്റേക്സ് എന്ന് പറയട്ടെ. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പേരൻറ്റിങ് എന്നുള്ളത് ഈ നമുക്കറിയാലോ, ഒത്തിരി പേരുന്ന് പേരൻറ്റിങ് എന്ന് ഒത്തിരി പറയും. പക്ഷേ ഇറ്റ് ഷുഡ് ബി ഡൺ എവ്രിവെയർ. എപ്പോഴും ചിന്തിക്കണം. അത് നിങ്ങൾ ആവർത്തന പുസ്തകത്തിൽ യഹോവ ദൈവം എഴുതിയിരിക്കുന്നത്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം, നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും അടയാളമായി നിൻ്റെ കൈമേൽ കെട്ടുകയും നിൻ്റെ കണ്ണുകൾക്ക് മുമ്പേ വട്ടമായി അവയെ നിൻ്റെ വീടിൻ്റെ കട്ടളമേലും പടിവാതിൽമേലും എഴുതണം. ഇത് ഓർക്കണം. പേരൻറ്റിങ് ഷുഡ് ബി ഡൺ എവ്രിവെയർ. അത് വല്ലപ്പോഴും ഞായറാഴ്ച രാവിലെയല്ല, ഒരു നേരം മാത്രമല്ല. നിങ്ങൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും പുറത്തും അകത്തും വരുമ്പോഴും പോകുമ്പോഴും എല്ലാം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും അവരെ പഠിപ്പിക്കണം. എപ്പോഴും അവർക്ക് സൺഡേ സ്കൂളും ബൈബിൾ ക്ലാസ്സും എടുക്കണമെന്നല്ല, എപ്പോഴും നിങ്ങൾ ആ ഒരു ശീലം ഉണ്ടാക്കണം. ഇനി ഒരു കാര്യം ഓർത്തോണം. തെറ്റും ശരിയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പം അത് പഠിപ്പിച്ചു മാത്രം നിങ്ങളവരെ പറഞ്ഞു മാത്രം നിങ്ങളവരെ പഠിപ്പിക്കരുത്. നിങ്ങൾ ആ തെറ്റും ശരിയും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് കാണിക്കണം, അല്ലേ? ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ദാറ്റ് യുവർ ചിൽഡ്രൻ ക്യാൻ ഫോളോ യുവർ എക്സാമ്പിൾ, നോട്ട് ബൈ വാട്ട് യു ടീച്ച്. നമ്മൾ ഈ വാ കൊണ്ട് പറഞ്ഞ് പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ വാ കൊണ്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാളും എത്രയോ ഫലപ്രദം നിങ്ങൾ ജീവിച്ച് കാണിച്ച് പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ ജീവിതത്തിൽ എങ്ങനെ വീട്ടിൽ ജീവിക്കുന്നുവോ അത് കണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് പോലെ വേറെ ഒന്നും അങ്ങനെ അതിന് ഒപ്പമാകത്തില്ല. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ഓൾവേസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ലിവ് വാട്ട് യു ആർ ട്രൈങ് ടു ടീച്ച് യുവർ ചൈൽഡ്. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, വീടുകളിൽ മം ആൻഡ് ഡാഡ് ഷുഡ് റെസ്പെക്റ്റ് ഈച്ച് അതർ. ഇവിടെയാണ് ഞാൻ തല കുനിച്ച് പറയുന്നത്. ഇന്ന് ഒത്തിരി ക്രിസ്തീയ ഭവനങ്ങളിൽ അപ്പനും അമ്മയും അന്യോന്യം ഒരു ബഹുമാനം കൊടുത്ത് കാണുന്നില്ല. ഇത് കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. നമ്മൾ ഈ ബ്രോക്കൺ ഫാമിലീസ് എന്ന് പറയും. ഞാൻ പറയട്ടെ, അപ്പനും അമ്മയും വീട്ടിൽ ഉണ്ടായിട്ടും പല വീടുകളും ബ്രോക്കണാണെന്ന്. അപ്പനുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, അമ്മയുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ആ വീട് ബ്രോക്കൺ ഫാമിലിയാണ്. കാര്യം ഒന്നാമത്തെ കാര്യം അന്യോന്യം എന്ത് ചെയ്യുന്നില്ല, റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് എന്താ പറയുന്നത്? ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്കും അന്യോന്യം റെസ്പെക്റ്റ് കൊടുത്ത് ഇരിക്കണമെന്ന് എന്നെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഓർക്കണം, കുഞ്ഞുങ്ങൾക്ക് ചില ഓർഡർ നമ്മൾ പറഞ്ഞു കൊടുക്കും. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, സ്കൂളിൽ എങ്ങനെ ആയിരിക്കണം, അല്ലെ വളരുമ്പോഴെങ്ങനെ ആയിരിക്കണം, അല്ലേ വേറെ നാട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ പഠിപ്പിക്കും. പക്ഷേ ഓർത്തോണം, ഓർഡർ, ഒരു ക്രമം അല്ലെങ്കിൽ റെസ്പെക്റ്റ്, ബഹുമാനം കൊടുക്കേണ്ടത്, ഇത് പഠിക്കേണ്ടത് കുഞ്ഞ് വീട്ടിൽ അപ്പനും അമ്മയും അന്യോന്യം ആ റെസ്പെക്റ്റ് കൊടുക്കുന്നത് കണ്ടും വീട്ടിൽ ആ ഓർഡർ പാലിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഭാര്യ ഭർത്താവിന് എങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്നു, ആ ഭർത്താവ് എങ്ങനെ ആ ഭാര്യയെ സ്നേഹിക്കുന്നു, ഈ ഓർഡർ കാണുമ്പോഴാണ് കുഞ്ഞിത് പഠിക്കുന്നത്. അല്ല നിങ്ങൾ എത്ര ക്ലാസ് എടുത്താലും കുഞ്ഞിത് പഠിക്കത്തില്ല. ഈ ഓർഡറും ഈ റെസ്പെക്റ്റും വീട്ടിൽ കുഞ്ഞ് കണ്ടു വേണം പഠിക്കാൻ. ഈ പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഓവർവെൽമിങ് അറ്റ് ടൈംസ്, ബട്ട് ഇറ്റ്സ് വെരി സ്കെയറി ഓൾസോ. കാര്യം നിങ്ങളുടെ കുഞ്ഞിനെ വീട്ടിലൊരു അൺഗോഡ്ലി അറ്റ്മോസ്ഫിയറിൽ വളർത്തിയിട്ട്
Later in life, if you are expecting your child to be a saint, it's unthinkable. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരായിത്തീരണമെന്ന ആഗ്രഹം? അവർ വലിയ അവസാന ജീവിതത്തിൽ വലിയ വിശുദ്ധരാവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു വിശുദ്ധനോ വിശുദ്ധവതി ആവണമെങ്കിൽ ആ കുഞ്ഞിനെ ഒരു ദൈവിക പശ്ചാത്തലത്തിൽ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരണം. ഇത് വീട്ടിൽ ഒരു ഓർഡറും ഇല്ല, വീട്ടിൽ ഒരു റെസ്പെക്റ്റും ഇല്ല, വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഗോഡ്ലി ആയിട്ട് ഒന്നുമില്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യത്തിൽ കുഞ്ഞിനെ വളർത്തിയിട്ട് ഒരു പ്രായം കഴിയുമ്പം കുഞ്ഞ് എവിടെയെങ്കിലും പോകുമ്പോൾ ശരിയാവും. ആൺകുട്ടികളെ വളർത്തുന്നവർക്കറിയാം. നിങ്ങൾ ഒത്തിരി പേര് വിചാരിക്കുന്നത് ഇവന് നല്ലൊരു പ്രാർത്ഥിക്കുന്നൊരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിൽ വരുമ്പം അവൻ ശരിയായിക്കോളുന്നു. എവിടെ? ആദ്യം ഇതിനേക്കാളും കഷ്ടമായിരിക്കും വന്ന് കയറുന്നത്. ആലോചിച്ച് നോക്കി, ഇതുപോലൊരു വീട്ടിലല്ലേ അവളും വളരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ വീട്ടിലൊരു ഗോഡ്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിലേ വി ക്യാൻ റേസ് അപ്പ് ചിൽഡ്രൻ സോ ദാറ്റ് ഇൻ ലൈഫ് ദേ വിൽ ബിക്കം ബെറ്റർ പീപ്പിൾ. അല്ലേ? സെയിൻസ് എന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ബെറ്റർ പീപ്പിൾ, ഗോഡ്ലി പീപ്പിൾ, അല്ലേ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, അല്ലേ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ വീട്ടിലെ സാഹചര്യം ഗോഡ്ലി ആയിരിക്കണം. അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ബി ലവിങ്, അതിന് സംശയമൊന്നും വേണ്ട. കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം. ബി പേഷ്യൻറ്റ്, അവരോട് ഒത്തിരി ക്ഷമ നിങ്ങൾ കാണിക്കണം. അടുത്തത് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, യൂസ് ഡിലിജൻറ്റ് ഡിസിപ്ലിൻ. എന്താണ്? വളരെ ശ്രദ്ധാപൂർവമായ ശിക്ഷണം അവർക്ക് കൊടുക്കണം. ഡിലിജൻ്റ് എന്നുള്ള വാക്ക് അടിവരയിട്ടാണ്. കാര്യം എന്താണെന്ന് പറയുക, നിങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുന്നത് എപ്പോഴും സ്നേഹം കൊണ്ടായിരിക്കണം, നോട്ട് ഇൻ ആങ്കർ. എന്താണ്? കുഞ്ഞുങ്ങളെ അടിക്കാം, പക്ഷേ ദേഷ്യം വന്നിട്ട് കുഞ്ഞുങ്ങളെ അടിക്കരുത്. ദേഷ്യം വന്നിട്ട് കുഞ്ഞുങ്ങളെ വഴക്ക് പറയരുത്. ദേഷ്യം വരുമ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആ ചെയ്യുന്നത് പോലും സ്നേഹം കൊണ്ടാണ് ചെയ്തതെന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയണം. എത്ര പേർക്ക് അത് മനസ്സിലാവും? കമ്പെടുത്ത് അടി കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ബൈബിളിൽ ഇപ്പം നിങ്ങളെ അടിക്കാനുള്ള ലൈസൻസ് കൊടുക്കുക. നിങ്ങളുടെ CBSEയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ICSE ഒക്കെ ചിലപ്പം വിലക്കിയിട്ടുണ്ടായിരിക്കും അടിക്കരുതെന്ന്. പക്ഷേ സ്കൂളിലേ ഉള്ള അടിക്കരുതെന്ന് ടീച്ചർമാരോട് വീട്ടിൽ അപ്പനും അമ്മയ്ക്ക് അടിക്കാം. കാര്യം അത് വിലക്കുന്ന നിയമം ദൈവകൃപയാൽ ഇന്ത്യയിൽ ഇതുവരെ ഇല്ല. അതിൻ്റെ അടുത്ത് ഇനിയും കുറച്ചാൽ കൂടെ അടിക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അല്ലേ, വടിയെ സ്നേഹിക്കരുത് അതോ മകനെ സ്നേഹിക്കണോ? മകനെ സ്നേഹിച്ചാൽ വടിയെ സ്നേഹിക്കത്തിൽ എടുത്ത് അടിക്കും, അല്ലേ? ഇന്ന് ഒത്തിരി പേർക്ക് മകനെക്കാളും സ്നേഹം വടിയും. അയ്യോ വടിക്ക് നോവും എന്ന് പറഞ്ഞിട്ട് വടിക്ക് അടിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അവർക്ക് ഡിസിപ്ലിൻ ചെയ്യാം. പക്ഷേ അത് ചെയ്യുമ്പം ഓർക്കണം, സ്നേഹം കൊണ്ടാണ് അടിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ചേർച്ചിലൊരു കപ്പിൾസ് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. അന്നത്തെ പഴയ അംഗങ്ങളൊക്കെ ഞങ്ങളിവിടെ ഇരിപ്പോൾ, ഞാനും ആ കപ്പിൾസ് ഫെലോഷിപ്പിൽ ഞങ്ങളൊന്നും ഉണ്ടായിരുന്നു. അതിലൊരു കപ്പിൾ ഒരിക്കൽ വൈകിട്ട് വരുമ്പോൾ ഞങ്ങൾ ഈ കപ്പിൾസ് എല്ലാം കൂടെ ഓപ്പണായിട്ട് ഷെയർ ചെയ്യും എല്ലാം. അപ്പോൾ അന്നത്തെ കപ്പിൾസിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കുട്ടികളൊക്കെ ടീനേജിലോട്ടൊക്കെ കയറുന്ന സമയം. ടീനേജ് ആയില്ല, ഹൈസ്കൂളൊന്നും ആയില്ല അന്ന്, കുഞ്ഞുങ്ങൾ ചെറുതാണ്. അതിലൊരിക്കലും ഒരു കപ്പിൾ വന്നിട്ട് ഞങ്ങൾ രാത്രി 8 മണിക്കാണ് തുടങ്ങുന്നത് കപ്പിൾസ് ഫെലോഷിപ്പ്. രാത്രി 12 മണി വരെ പോകുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു കപ്പിൾ വന്നിട്ട് വളരെ ടെൻസ്ഡായിട്ട് അപ്പം പറഞ്ഞൊരു കാര്യം, ഞാനിന്ന് ഭയങ്കര ടെൻസ്ഡാണ്. എന്താ? എൻ്റെ മോൻ, നിങ്ങൾക്കറിയാമല്ലോ, മൂത്ത മോൻ, അവൻ മിടുക്കനാണ്, അവൻ നമ്മുടെ ഇടയിൽ കിടന്ന് വളരുന്നതാണ്. പക്ഷെ ആ മോൻ ഇച്ചിരി ചട്ടമ്പിയായിട്ട് വളരുന്നു. അവന് നല്ല അടി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് എന്തോ ഒരു ഗുരുത്തക്കേടാണ് ടീച്ചർ വിളിച്ച് പറഞ്ഞു. വൈകിട്ട് അവൻ വന്നപ്പം അടിക്കാൻ വേണ്ടി റെഡിയായിട്ട്, പുള്ളി വടിയൊക്കെ വെച്ച് റെഡിയായിട്ടിരിക്കുക, വന്ന ഉടനെ അടി കൊടുക്കാൻ. അവിടെ വന്ന പാടെ അവൻ നേരെ ചെന്നിട്ട് കൈ കെട്ടി എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് അടിച്ചോ, അടിക്കുക, ഇയാൾക്ക് അടിക്കുകയല്ലേ വേണ്ടി, അടിച്ചോ. ഈ അപ്പൻ തകർന്നു പോയി. കാര്യം അവന് അടിയെ ഒരു പേടിയില്ല, അവൻ അടിയെ ഇനി മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. തനിക്കെന്തോ എന്നെക്കുറിച്ച് അടിക്കണമല്ലേ, അടിച്ചോ. അവൻ നേരെ വന്ന് കൈയും കെട്ടി തിരിഞ്ഞ് നിന്നിട്ട് അടിച്ചോ എന്ന് പറഞ്ഞിട്ട് നിന്നു. ഈ പുള്ളിക്ക് ദേഷ്യം വന്ന് എടുത്തിട്ട് അടിക്കാൻ തോന്നി. പക്ഷെ പെട്ടെന്ന് പുള്ളി അടിക്കാൻ വന്ന ആൾ വടി താത്തു വെച്ചിട്ട് മുറിക്കകത്തോട്ട് പോയി പൊട്ടിയും കരഞ്ഞു. എന്നിട്ട് വൈകിട്ട് ഫെലോഷിപ്പിന് വന്നപ്പം പുള്ളി ഞങ്ങളുടെ മുമ്പേ പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം, എന്താ എൻ്റെ മോൻ ഇങ്ങനെ കാണിച്ചേ. പിന്നെ എല്ലാവരും കൂടെ ഈ പറഞ്ഞ പോലെ ആ കാര്യങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവരും അവരുടെ അനുഭവങ്ങൾ പറയും. ഇതേ പ്രശ്നം ഞങ്ങൾക്കും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. ആ സഹോദരനെ, അവൻ്റെ ഭാര്യയെ വന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് ധൈര്യപ്പെടുത്തി. ഇന്ന് ആ മോൻ മിടുക്കനായിട്ട് ഒരു രാജ്യത്ത് അവൻ പഠിക്കുന്ന ഹയർ സ്റ്റഡീസിന് പോയി, അല്ലേ? അപ്പം ഇത് കുട്ടികളെ കണ്ടമാനം അടിച്ചാൽ അത് അടിച്ചതിൻ്റെ ഒരു ഫലം ചെയ്യത്തില്ല എന്ന് മാത്രമല്ല, നെഗറ്റീവ് ഫലമാണ് വരുന്നത്. തിരിഞ്ഞ് നിന്നിട്ട് അടിച്ചോ, ഇയാൾക്ക് അടിക്കുകയല്ലേ വേണ്ടി, അടിച്ചോ. കണ്ടോ, ആ ഡിസിപ്ലിൻ കൊണ്ട് വല്ല ഗുണമുണ്ടോ, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, യൂസ് ഡിലിജൻറ്റ് ഡിസിപ്ലിൻ എടുത്ത് പറയാൻ കാര്യം അതാ. അപ്പം ഇനി എൻ്റെ കൂടെ പോകുന്നൊരു കാര്യം,
ഒരു കുഞ്ഞിനെ അടിച്ചു, ഒരു കമ്പെടുത്ത് 2 അടി കൊടുത്തു. പക്ഷെ അടി കൊടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. ഒന്നീ അടി കൊടുക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അടി കൊടുത്തതിന് ശേഷമോ എന്തിനാണ് അടിച്ചതെന്നൊന്ന് പറഞ്ഞേക്കണം. ഇത് ഈ പറഞ്ഞ പോലെ അടി കിട്ടുകയും ചെയ്തു, എന്തിനാണെന്നറിയത്തില്ല. കുട്ടിക്ക് കൺഫ്യൂഷൻ. ഇപ്പം കിട്ടി എന്തിനായിരുന്നു ആലോചിക്കുക. പിള്ളേർ ചിരിക്കുന്ന അവരാലോചിക്കുക, ശരിയാണല്ലോ മക്കളെ. ഇനി അടി വരുമ്പം മമ്മി അടിച്ചു നോക്കണേ, ഇപ്പം എന്തിനാ എന്നെ അടിച്ചേ ഒന്ന് പറഞ്ഞേക്കണേ, എനിക്കൂടൊന്ന് അറിഞ്ഞിരിക്കാനാ എന്തിനാ അടിച്ചതെന്ന് അല്ലേ. അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം അടി കിട്ടുമ്പം ചോദിച്ചോണം, ഇതെന്തിനാ ഇപ്പം എന്നെ അടിച്ചേ അല്ലേ. അപ്പം നിങ്ങൾ എന്തിനാണ് ഈ ശിക്ഷിക്കുന്നതെന്നുള്ള അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇനി ഇത് ആവർത്തിച്ചാൽ ഇനി അടി കിട്ടും. പക്ഷേ ഈ അടിയെല്ലാം കൊടുക്കുമ്പോൾ ഓർത്തോണം, നിങ്ങൾ എത്ര അടി കൊടുത്തോ അതിൻ്റെ ഇരട്ടി അത് കഴിഞ്ഞ് സ്നേഹിച്ചേക്കണം. എന്നാലേ അവർ, ഞാനെപ്പോഴും പറയാറുണ്ട്, ചിൽഡ്രൻ ആർ വെരി ഗുഡ് ഒബ്സർവേഴ്സ് ബട്ട് വെരി ബാഡ് ഇൻ്റർപ്രിറ്റേഴ്സ്. എന്താണ്, അവരെല്ലാം കണ്ട് മനസ്സിലാക്കും, പക്ഷേ ഭയങ്കര തെറ്റായിട്ട് അവർ വ്യാഖ്യാനിച്ചെടുക്കും. എന്താ അടി കിട്ടിയപ്പോൾ അവരെന്താ വ്യാഖ്യാനിച്ചത്? മമ്മിക്ക് എന്നെ ഇഷ്ടമല്ല. റോങ് കേട്ടോ. അവൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ അവൻ ഇൻ്റർപ്രിറ്റ് ചെയ്തു കേട്ടോ. അവന് മനസ്സിലായി മമ്മിക്ക് എന്നെ ഇഷ്ടമല്ല. അല്ല, ഒരിക്കലും ചെല്ല, മമ്മിക്ക് എന്നെ ഇഷ്ടമാണ് കേട്ടോ. അവൻ മാത്രമേ പ്രതികരിച്ചുള്ളൂ കണ്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, ദേ ആർ വെരി ഗുഡ് ഒബ്സർവേഴ്സ്. ഇപ്പം ശ്രദ്ധിച്ചോ, അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ, മനസ്സിലായോ? അവർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ദേ ആർ വെരി പുവർ ഇൻ്റർപ്രിറ്റേഴ്സ്. അതുകൊണ്ട് നിങ്ങൾ ശിക്ഷിക്കുമ്പോൾ എന്തിന് ശിക്ഷിച്ചു എന്നുള്ളത് കൃത്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കും കൂടെ ബോധ്യപ്പെടണം. യെസ്, ഐ ഡിസേർവ്ഡ് ഇറ്റ്, എനിക്കത് അർഹിക്കുന്നതായിരുന്നു, കുഴപ്പമില്ല. പിന്നെ എനിക്ക് അടി കിട്ടിയത് എൻ്റെ മമ്മി എൻ്റെ പപ്പ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, അല്ല എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല എന്നുള്ളത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നിർത്തുന്നതിന് മുമ്പ്, ടെൽ ദം അബൌട്ട് ജീസസ്. യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തണം അല്ലേ. യേശുവിനെ പരിചയപ്പെടുത്തേണ്ടത് സൺഡേ സ്കൂളിൽ പോയിട്ട് ടീച്ചറല്ല, ചർച്ചിൽ വന്നിട്ട് പാസ്റ്ററും അല്ല, ഇനി കല്യാണം കഴിച്ചിട്ട് ആ വരുന്ന പെണ്ണും അല്ല. നിങ്ങളുടെ മക്കൾ യേശുവിനെ അറിയേണ്ടത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. അത് കുഞ്ഞിലെ തന്നെ അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുക, കൊച്ചു ബൈബിൾ കഥകൾ പറഞ്ഞു കൊടുക്കുക, യേശുവിനെ പതുക്കെ പതുക്കെ അവതരിപ്പിക്കുക. എന്ത് വിഷയമുണ്ടെങ്കിലും യേശുവിനോട്, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കുക അല്ലേ. നിങ്ങൾക്ക് പൈസ ഉണ്ടെന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും പറഞ്ഞ ഉടനെ മേടിച്ചു കൊടുക്കരുത്. എന്ത് ചോദിച്ചാലും ആദ്യം പറയാം, ഓക്കെ മോനെ പ്രാർത്ഥിക്കും, മോൻ പ്രാർത്ഥിക്കും. ഇന്ന് വൈകിട്ടിരിക്കുമ്പോൾ മോൻ പ്രാർത്ഥിക്കും, മോൾ പ്രാർത്ഥിക്കും, മോൾക്ക് എന്താ വേണ്ടി, ഉടുപ്പ് വേണം പ്രാർത്ഥിക്കും, കളിപ്പാട്ടം വേണം പ്രാർത്ഥിക്കും, ടെഡി ബെയർ വേണം പ്രാർത്ഥിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, പൈസ ഉണ്ടെന്നുള്ളതുകൊണ്ട് നിങ്ങൾ മേടിച്ച് കൊടുക്കരുത്. അവർക്കൊരു ശീലം ഉണ്ടാക്കുക, ലെറ്റ് ദം ആസ്ക് ഗോഡ് ആൻഡ് ഗെറ്റ് ഇറ്റ്. എന്നിട്ട് അവർക്കത് മേടിച്ച് കൊടുക്കുമ്പോൾ പറയാം, കണ്ടോ കർത്താവച്ചൻ പ്രാർത്ഥന കേട്ട് കുഞ്ഞിനെ മേടിച്ച് തരുന്ന കണ്ടോ എന്ന് പറഞ്ഞ് കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് അത് കൊടുക്കുന്നത് പോലെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ദേ വിൽ ഓൾസോ നോ, അവർ താങ്ക് യു ജീസസ്, കർത്താവിന് നന്ദി പറ എന്ന് പറയണം. അങ്ങനെ കുഞ്ഞിലെ അവർ ഓരോന്നും ചോദിച്ച് പ്രാർത്ഥിച്ച് മേടിക്കുമ്പം ആ കിട്ടിയ കാര്യങ്ങൾക്കൊരു വിലയുണ്ടാവും. ഇത് നിങ്ങൾ ചോദിക്കുന്നില്ല, അപ്പോഴെപ്പോഴും മേടിക്കുന്നുണ്ട്. ഇനി പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന എന്തിനെങ്കിലും അവർക്ക് വിലയുണ്ടോ? ഒരു വിലയില്ല. കാര്യം നിങ്ങളാണ് കൊടുക്കുന്നത്. അവർ പ്രാർത്ഥിച്ച് മേടിച്ചിരുന്നെങ്കിൽ അവർക്ക് വിലയുണ്ടായേനെ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ശീലം, യേശുവിനെ പരിചയപ്പെടുത്തുക, ദൈവവചനം അവരെ കൊണ്ട് വായിപ്പിക്കുക, അവരെ കൊണ്ട് തന്നെ പ്രാർത്ഥിപ്പിക്കുക. ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ പോലെ അവരെ സ്പോയിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ചെറുപ്പമായിരുന്നപ്പം, നിങ്ങൾ പഠിക്കുന്ന കാലത്ത്, നിങ്ങൾക്ക് സ്കൂളിൽ പോയപ്പം കിട്ടാത്ത ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും ഒത്തിരി പ്രിവിലേജസും ഉണ്ട്. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളങ്ങനെ ഓവറായിട്ടങ്ങ് ലോഡ് ചെയ്യുക അവരുടെ പേരിൽ. അതിന് നിങ്ങൾ പറയുന്നുണ്ട്, മക്കളെ ഞാൻ പഠിക്കുമ്പോൾ 4 കിലോമീറ്റർ അങ്ങോട്ടും 4 കിലോമീറ്റർ ഇങ്ങോട്ടും നടന്നാണ് സ്കൂളിൽ പോയത്. ഞാൻ ഈ പറഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് പൊതി കെട്ടിക്കൊണ്ടുപോകാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ എനിക്കന്ന് ഒരു നിക്കറും ഉടുപ്പേ ഉള്ളായിരുന്നു, ഒരു പാവാടയെ ഞാൻ അലക്കി ഇട്ടോണ്ട് ഇതൊക്കെ പറയും, കൊള്ളാം. അതുകൊണ്ട് ശരി, അവർ മനസ്സിലാക്കണം. പക്ഷേ നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട വളർന്നു എന്നുള്ളതുകൊണ്ട് നിൻ്റെ കുഞ്ഞിനൊരു കഷ്ടവും വരരുതെന്ന് വന്നിട്ട് എല്ലാം കൂടെ കുഞ്ഞിന് കൊടുക്കരുത്. അതങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ സ്പോയിൽ ചെയ്യാൻ ഒരു സംശയം വേണ്ട. ശ്രദ്ധിച്ചോണം, ആക്സസ് ടു ടു മച്ച് മണി, പോക്കറ്റ് മണിയൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ശരിയാ, പക്ഷേ ടു മച്ച് മണി കൊടുക്കരുത്. ഇഷ്ടമുള്ളതെല്ലാം പോയി ക്യാൻറ്റീനിൽ പോയി മേടിക്കാൻ അവരെ അനുവദിക്കരുത്. അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി അടിച്ചു പൊളിക്കാൻ നിങ്ങൾ അങ്ങനെ ആവശ്യത്തിലധികം പൈസ കൊടുക്കരുത്. ആ കാര്യത്തിലൊരു കൺട്രോൾ നിങ്ങൾ വയ്ക്കണം. ഓൾസോ ഡോണ്ട് ഗിവ് ആക്സസ് ടു ടു മെനി ഓപ്പർച്യൂണിറ്റീസ്. സ്ലീപ്പ് ഓവർ അത് ഇത് എന്നൊക്കെ വന്നിട്ട് പിള്ളേർ അവിടെ ഇവിടെയൊക്കെ പോകാൻ ഒത്തിരി ചോദിക്കും.
പക്ഷേ എല്ലാത്തിനും കയറി അനുവദിച്ച് കൊടുക്കരുത്. ഒരുപാട് അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. ഇനി ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു വിടാം. സം പേരൻസ് ഡു ദ മിസ്റ്റേക്ക് ഓഫ് ബീയിങ് ദ ഫ്രണ്ട് ഓഫ് യുവർ ടീനേജർ. ചില വലിയ ഗമേ പറയാറുണ്ട്, ഞാനും എൻ്റെ മോനും ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഞാൻ പറയും, അവന് ഫ്രണ്ട്സ് വേറെയുണ്ട്, അപ്പനൊന്നേ ഉള്ളൂ. ബി ദ ഫാദർ. വേറെ ചില അമ്മമാർ, ഞാനും എൻ്റെ മോളും ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്, ഞങ്ങൾ ബഡീസാണ്, ബെസ്റ്റീസാണ്. എന്താണെന്ന് മണ്ണാങ്കട്ട, അമ്മയൊന്നേ ഉള്ളൂ. അവൾക്ക് ഫ്രണ്ട്സ് വേറെ ഇഷ്ടം പോലെ ഉണ്ട്, അമ്മയൊന്നേ ഉള്ളൂ. ഓർത്തോണം, ഫ്രണ്ട്സ് ഡിസിപ്ലിൻ ചെയ്യത്തില്ല, അമ്മയ്ക്ക് ഡിസിപ്ലിൻ ചെയ്യാം, അല്ലേ? ഫ്രണ്ട്സ് ഡിസിപ്ലിൻ ചെയ്യത്തില്ല, വഴക്ക് പറയത്തില്ല, പക്ഷെ അപ്പന് വഴക്ക് പറയാം. അങ്ങനെയെങ്കിൽ ബി ദ ഫാദർ, ബി ദ മദർ. ഓക്കെ, ഈ ബി ദ ഫ്രണ്ട് എന്നുള്ളത് നല്ലതാണ്, പക്ഷേ ആത്യന്തികമായിട്ട് യു ആർ ദ ഫാദർ ആൻഡ് യു ആർ ദ മദർ എന്നുള്ള ബോധ്യം വേണം. അതുകൊണ്ട് ഈ ഫ്രണ്ടായി ഇപ്പോൾ പ്രശ്നം എന്താണെന്നറിയാം, ഈ ഒത്തിരി അങ്ങ് ഫ്രണ്ടായിട്ട് പല പിള്ളേരും വിളിക്കണം, അമ്മേ പോടി, നീ പോടാ അപ്പാ എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം ഇതാ, അല്ലേ? പണ്ടത്തെ നമ്മുടെ പ്രായത്തിൽ എങ്ങാണ്ട് ഈ കയറി അപ്പനെ എടാന്ന് വിളിക്കണം, ഒന്നേ വിളിക്കൂ, പിന്നെ ഒരിക്കലും വിളിക്കത്തില്ല. ഇന്ന് ഈ പറഞ്ഞല്ലോ, മോള് അപ്പനെ പോടാന്ന് വിളിക്കുന്നത് നമ്മൾ ലൈവ് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് അതങ്ങ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. കണ്ടോ, എൻ്റെ മോൻ ആദ്യമായിട്ട് എന്നെ പോടാന്ന് വിളിച്ച്. പണ്ട് പപ്പാന്ന് വിളിച്ചത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു, ഇപ്പം പോടാന്ന് വിളിച്ചത് നമ്മളങ്ങ് സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ബി ദ പേരൻറ്റ്, ഓക്കെ, ബി ദ ഡാഡ് ആൻഡ് മം. ഓക്കെ, ഫ്രണ്ട്സ് അവർക്ക് ഈവൻ അല്ലാതെ ഉണ്ട്, പക്ഷേ അപ്പനും അമ്മയും, ഒരപ്പനും ഒരു അമ്മയെ കുഞ്ഞുങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ബി ദ ഫാദർ ആൻഡ് ബി ദ മദർ. ഇനി അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നോട്ട് പ്രയോറിറ്റൈസിങ് സൺഡേ സ്കൂൾ, യൂത്ത് ഗ്രൂപ്പ്, ചർച്ച് ഇൻവോൾവ്മെൻറ്റ്. ഇതിന് പ്രയോറിറ്റൈസ് ചെയ്യാതെ നിങ്ങൾ സ്കൂളും ട്യൂഷനും ബ്രില്യൻറ്റും പിന്നെന്തൊക്കെയാ സൈലം MS സൊല്യൂഷൻസ്, എല്ലാം തട്ടിപ്പാണ്. ഓക്കെ, സൈലം, പിന്നെ മാത്സ് ഒളിമ്പിയാഡ്, പിന്നെന്താണ് കരാട്ടെ, പിന്നെന്തൊക്കെയാ പറഞ്ഞേ നിങ്ങളുടെ എന്താന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ ബുൾബുള്ള, ഫുട്ബോൾ, പിന്നെ ക്രിക്കറ്റ്, പിന്നെ ചുരുക്കി പറഞ്ഞ സകല ആക്ടിവിറ്റീസ്, സകല എൻ്റർടൈൻമെൻറ്റ്, സകല ഇതിനൊക്കെ നിങ്ങൾക്ക് സമയം. വെളുപ്പിന് 3 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് 4 മണിക്ക് കുഞ്ഞിനെ ഉറക്കത്തിൽ നിന്ന് പൊക്കി കൊണ്ടുപോയി കുളിപ്പിച്ച് തുറിച്ച് കൊണ്ടുപോയി 5 മണിക്ക് ട്യൂഷൻ സാറിൻ്റെ വീട്ടിൽ ചെന്ന് കാവൽ നിന്ന് വെളിയിൽ നിങ്ങളവിടെ ഈച്ചയും കൊതുകടിയും കൊണ്ട് നിന്ന് 6 മണിക്ക് അതിനെ അടുത്ത ഫിസിക്സ് സാറിൻ്റെ വീട്ടിൽ 6:15 കൊണ്ടുവിട്ട്, പിന്നെ 7:15 അവിടെ നിന്ന് വിട്ട് 7:30 കെമിസ്ട്രി സാറിൻ്റെ അവിടെ കൊണ്ടുവിട്ട്, എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്തോ. പക്ഷേ ഈ കൊടുക്കുന്ന പ്രയോറിറ്റി നിങ്ങൾ സൺഡേ സ്കൂളിൽ വിടാൻ ചെയ്യുന്നുണ്ടോ? യൂത്ത് ഗ്രൂപ്പിന് വിടാൻ ചെയ്യുന്നുണ്ടോ? ചർച്ചിൽ വിടാൻ ചെയ്യുന്നുണ്ടോ? ദൈവത്തിന് പ്രാമുഖ്യവും പ്രാധാന്യവും കൊടുത്തു വളർന്ന കുഞ്ഞുങ്ങളും അങ്ങനെ വളർത്തിയ കുഞ്ഞുങ്ങളും അവരെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഇന്ന് ദൈവത്തിനോ ദൈവകാര്യങ്ങൾക്കോ പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്നാൽ അവർ പിന്നീട് ദൈവത്തെ അറിയുന്നവരും ദൈവവേല ചെയ്യുന്നവരാണെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ദാറ്റ് വിൽ നെവർ എവർ ഹാപ്പൻ. അപ്പം ലാസ്റ്റിൽ എൻ്റെ ഉപദേശം, ഗിവ് പ്രയോറിറ്റി ടു ദ തിങ്സ് ഓഫ് ഗോഡ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. പഠിത്തവും റിസൾട്ടും ജോലിയും ഭാവിയും കരിയറും പ്രൊഫഷനും എല്ലാം അതിൻ്റെ കൂടെ വരും. പക്ഷേ ആദ്യം അന്വേഷിക്കേണ്ടത് അവൻ്റെ രാജ്യവും നീതിയും. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് patiently.